അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് കിടക്കണം കേട്ടോ. ഇന്ന് ഞാൻ കാലത്ത് ഫസ്റ്റ് തുടങ്ങിയിട്ട് കാണിക്കുന്നതാണ് കാലത്തത്തെ ഫുഡ് ഉണ്ടാക്കുന്നത്. ഇത് രാഗിപ്പൊടിയാണ് കേട്ടോ. ആ രാഗിപ്പൊടി എനിക്ക് ഒരു ചിരട്ടപ്പുട്ടിൻ്റെ ഇത് മതി, ഒരു കുറ്റി മതി. അപ്പോൾ അതിന് പുട്ടുണ്ടാക്കാനുള്ള പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് നനച്ച് നോക്കിയിട്ട് കുറച്ചും കൂടെ പൊടി വേണമെങ്കിൽ ഇടാം. ഇത് മതിയാവും. കുറച്ച് വെള്ളം ഒഴിക്കുക. മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. ഇത് വറുത്ത് പൊടിച്ച രാഗിപ്പൊടിയാണ് കേട്ടോ. ചിരട്ട കുറ്റിക്കുള്ള പൊട്ടുപൊടിയാണിത്. അപ്പം ഇത് കുറച്ച് നേരം ഇരിക്കട്ടെ. ഒന്നും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതാക്കി വെക്കാം. ഒന്നും കൂടെ ഇരിക്കട്ടെ. കുറച്ച് കഴിഞ്ഞിട്ടാണ് പുട്ടുണ്ടാക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് അത് ശരിയാവും. അപ്പം അതാ പുട്ടിൻ്റെ പൊടി നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട് കേട്ടോ. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് അത് വെച്ച് നനച്ച്, പിന്നെ അതാ കുറച്ച് വെള്ളം കൈ കൊണ്ട് തളിച്ച് വെച്ചത്. അപ്പം പുട്ട് നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിനി പുട്ടുണ്ടാക്കാം. അപ്പോൾ ഇത് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. പുട്ടിൻ്റെ തേങ്ങയൊക്കെ എടുത്തിട്ടിട്ട് നമുക്ക് പുട്ട് ചെയ്യാം. കുറേ നാളായിട്ടോ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. എനിക്ക് തോന്നുന്നു ഒരു 1.5 കൊല്ലം റീലിടുന്നുണ്ടായിരുന്നു ഇടക്ക്. വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒരു 1.5 കൊല്ലമൊക്കെ ആയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ കുറച്ച് ഇൻസിഡൻ്റ് ഒക്കെ സംഭവിച്ച് മനസ്സ് ശരിയല്ലായിരുന്നു. ഇപ്പോഴും ശരിയല്ല. എന്നാലും ഞാൻ ഓർത്ത് എന്തെങ്കിലും ഒരു വരുമാന മാർഗം കിട്ടിയാൽ ഇനിയുള്ള എൻ്റെ ജീവിതം എത്ര നാളുണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. അപ്പം അതിൽ എനിക്ക് മുമ്പോട്ട് പോകണമല്ലോ. അപ്പോൾ ഇതിൽ നിന്നൊരു വരുമാനം കിട്ടിയാൽ അങ്ങനെ ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് രണ്ടാമതും തുടങ്ങിയതാണ്. ഇപ്പോൾ എൻ്റെ ജീവിതം എങ്ങനെയാണെന്നുള്ളതിൻ്റെ, ഞാൻ ജീവിക്കണതും എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഞാൻ കാണിച്ചു തരാം വീഡിയോയിലൂടെ. ഇപ്പോഴും മനസ്സ് ശരിയായിട്ടില്ല. എന്നാലും ഞാൻ ഓർത്ത് ഇങ്ങനെയൊക്കെ ഒരു എൻഗേജ് ആയാൽ മനസ്സൊക്കെ സ്വസ്ഥമാകും, സമാധാനമാകും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനൊന്ന് പതുക്കെ ഇത് ചെയ്യണേ, ഓപ്പൺ ആക്കണേ എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഇത് കാണണം, മനസ്സിലാക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറൊക്കെ ചെയ്യണം. ബാക്കിയുള്ളതൊക്കെ ഞാൻ തുടർച്ചയായിട്ട് കാണിക്കുന്നതാണ്. ഇതാ നമ്മുടെ പുട്ടിന് ആവി വന്നിട്ടുണ്ട്. പുട്ടൊന്ന് വേവട്ടെ. ഈ പുട്ട് പഴം കൂട്ടി തിന്നാൻ നല്ലതാണ്. കറി ഉണ്ടെങ്കിൽ നല്ലതാണ്. ശരിക്കും നല്ല ടേസ്റ്റ് ആണത്. ഇത് നല്ല നെയ്യും പഴം ഉണ്ടെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് തിന്നുന്നത് ഏറ്റവും ടേസ്റ്റാണ്. കറീൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ എനിക്കുള്ള പുട്ട് റെഡി ആവുന്നുണ്ട്. അപ്പോൾ പുട്ട് റെഡി ആയിട്ടുണ്ടാവും. ഇനി ഇതെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് ഇൻസിഡൻറ്റ് സംഭവിച്ചത്. അതെന്താണെന്നുള്ളത് ഞാൻ പതിയെ പറഞ്ഞു തരാം. അപ്പോൾ ഇതാ പുട്ട് റെഡി ആയിട്ടുണ്ട്. വറുത്ത് പൊടിച്ചതായതുകൊണ്ട് നല്ല മണമാണ്. വറുത്തതിൻ്റെ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഈ ചൂട് പുട്ടിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ്യ് മതി. വളരെ കുറച്ച് പഞ്ചസാര മതി കേട്ടോ. അധികം പഞ്ചസാരയൊന്നും കഴിക്കേണ്ട കാലത്തെ തന്നെ. പഴം ഉണ്ടെങ്കിൽ പഴവും കൂട്ടി കഴിക്കാം. കൂട്ടത്തിൽ ചായ. ഇത് ഇങ്ങനെ തന്നെ ഇവിടെ തന്നെ വെച്ച് കാണിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൊബൈലിൻ്റെ സ്റ്റാൻഡ് എനിക്ക് ഇവിടെ വെച്ച് ചെയ്യാനേ പറ്റുള്ളൂ.
ഇത് ഞാൻ തന്നെ വീഡിയോ എടുക്കലും ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യണതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ. ഇനി ഇടയ്ക്കിടയ്ക്ക് വേറെ സ്ഥലമൊക്കെ കാണിക്കാം. പുട്ടും ചായ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് കഴിക്കട്ടെ. അപ്പം എൻ്റെ പുട്ടും ചായയും ഞാൻ കഴിക്കാൻ പോണേണ്. സ്പൂണൊക്കെ മാറ്റിയേക്കാം. കൈ കൊണ്ടാണ് കഴിക്കണം. കൈയുള്ളപ്പോൾ നമ്മളെന്തിനാ സ്പൂണിൽ. സ്പൂണും ഒന്നും പറയണില്ല, പറയാൻ വാക്കുകളൊന്നും കിട്ടില്ല. അപ്പോൾ അതാ നെയ്യും പഞ്ചസാര ഇട്ടിട്ട് തേങ്ങയും രാഗിപ്പുട്ടാണ്. തിന്ന് നോക്കട്ടെ കേട്ടാ. രാഗിപ്പുട്ട് ഇത്ര അടിപൊളിയാണ് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇങ്ങനെ രാഗിപ്പുട്ട് കഴിച്ചിട്ടുണ്ട്, പക്ഷേ വറുത്ത് പൊടിച്ചിട്ട് വറുത്ത രാഗിപ്പുട്ടിൻ്റെത് ആദ്യമായിട്ട് കഴിക്കണേ. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ നെയ്യും മധുരവും വന്നപ്പോൾ അടിപൊളി. പിന്നെ ഇപ്പോൾ രാഗിപ്പുട്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഈ രാഗിപ്പൊടിൻ്റെ കൂടെ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം. അപ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ നെയ്യൊക്കെ ഇട്ട് കഴിക്കാൻ. ഇതിപ്പോൾ അരിപ്പൊടി ഇടാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. വറുത്ത ആ ടേസ്റ്റൊക്കെ അങ്ങനെ വന്നിട്ടില്ലേ, നെയ്യിൻ്റെ ടേസ്റ്റൊക്കെ വന്ന് നല്ല ഇതുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതാണ് എൻ്റെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. പിന്നെ ചോറ് വെന്ത് വടിച്ചിട്ടിരിക്കണം കേട്ടോ. ഇന്ന് കപ്പയാണ് കേട്ടോ ഒലിത്തണത്. കപ്പ വേവിക്കാൻ ഇട്ടിട്ടുണ്ടേ. എല്ലാം കൊത്തിയിരുന്നില്ല, എനിക്ക് കുറച്ച് മതി ഉള്ളിമുളക് കൂടെ. ബാക്കി എനിക്ക് വെറുതെ പുഴുങ്ങി തിന്നതാണ് ഇഷ്ടം. ഒന്നിച്ചിട്ട് വേവിച്ച് ഊറ്റിയിട്ട് അത് ചെറുതെടുത്തിട്ട് ഉള്ളിമുളക് ഇടാതെ കപ്പ വേവട്ടെ. ബാക്കി അപ്പം എപ്പോഴും എനിക്ക് സംഭവിക്കാറുള്ളതാണ്. ഈ ഉണ്ടാക്കി കഴിയുമ്പോഴാണ് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ളൊരു ചിന്ത. അപ്പം ഇപ്രാവശ്യം അത് തന്നെ സംഭവിച്ചു. ഞാൻ നമ്മുടെ കപ്പ നന്നായിട്ട് വെന്ത് ഇതിൽ ഇത്തിരി കറി ഉണ്ടായിരുന്നു, മീനിൻ്റെ കറി, മുളകച്ചാറുണ്ടായിരുന്നു, മീനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇടിച്ച മുളകും ഇട്ട് ആ കപ്പ വെന്ത കപ്പ ഉടച്ചങ്ങോട്ട് ഇതിലേക്ക് ചേർത്ത് ഇച്ചിരി ഉപ്പിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ വയ്ക്കാൻ പോണേന്. പിന്നെ ഉള്ളിമുളകൊക്കെ ഇടുന്നത് എല്ലാവർക്കും അറിയാമല്ലോ, അതിപ്പോൾ കാണിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇച്ചിരി വെളിച്ചെണ്ണ ഇട്ട്, ഇനി വേപ്പില ഉണ്ടെങ്കിൽ വേപ്പില ഇടാം. കടുകൊന്നും പൊട്ടിക്കണമെന്നൊന്നുമില്ല. വേപ്പിലയൊക്കെ പച്ചക്കങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ അടിപൊളി കപ്പ മീനിട്ടത് ഒലത്തിയത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പച്ച വെളിച്ചെണ്ണയൊക്കെ ഇടുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് ആവുമല്ലോ. പിന്നെ ഇപ്പോൾ പച്ച വേപ്പിലയും കൂടെ ഇട്ട് കൊടുത്താൽ എന്നിട്ട് അടച്ചു വെച്ചാൽ ഇപ്പം എൻ്റെ അടുത്ത് വേപ്പില ഇല്ലാത്ത പറഞ്ഞ് ഞാൻ ഇടണില്ല. ഉണക്ക വേപ്പില ഇട്ടിട്ട് കാര്യമില്ല. ഇങ്ങനെ ആയാലും മതി, അടിപൊളിയാണല്ലോ. നമുക്ക് മൂടി വെക്കാം കുറച്ച് നേരം. അപ്പോൾ അതാ വെളിച്ചെണ്ണ ഇട്ടിട്ട് ഒന്ന് തിളച്ചിട്ടുണ്ട്, ഒന്ന് പറിച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ടേസ്റ്റ് നോക്കാനൊന്നുമില്ല, പുളിയും മീനും മുളകും എല്ലാം കൂടെ അങ്ങോട്ട് ചേർന്ന് പച്ച വെളിച്ചെണ്ണ കൂടെ വരുമ്പോൾ ടേസ്റ്റിന് വേണ്ടി പറയണ്ടല്ലോ. അടിപൊളി. ഓ എന്താ ടേസ്റ്റ്. അപ്പം എനിക്കും ഇന്നത്തെ കറി ഇതാണ് കേട്ടോ. ചോറ് വടിച്ച് വെച്ചിട്ടുണ്ട്.
ഇത് കപ്പ പുളിമുളക് ഇട്ടത്, മോര് കറി, ഉപ്പിലിട്ടത്, പേരക്ക ഉണ്ട്, നെല്ലിക്ക ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, കൈതച്ചക്ക, അണ്ണാരച്ചക്ക ഉണ്ട്, ഇത് പൈനാപ്പിൾ എല്ലാം കൂടെ ഉപ്പിലിട്ടതാണ്. മോര് കറി, കപ്പ ഉലത്തിയത്, കുറച്ച് നെല്ലിക്ക മേടിച്ചതാണ്. ഇത് നെല്ലിക്ക ജ്യൂസ് അടിച്ച് കുടിക്കാനായിട്ട് മേടിച്ചതാണ്. ഈ 2-3 നെല്ലിക്കയും, എനിക്ക് 2 നെല്ലിക്കയും മതി. 3 നെല്ലിക്കയും ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞെടുക്കണം. കുറച്ച് വേപ്പിലയും കൂടെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ അങ്ങോട്ട് അരിച്ചെടുത്ത് കാലത്ത് വെറും വയറ്റിൽ ഇത് കുടിച്ചാൽ ഷുഗറൊക്കെ കുറയും, കൺട്രോളിലാവും നമ്മുടെ. അടിപൊളിയാണ് കേട്ടോ. ഒരു 10-40 ദിവസം അടുപ്പിച്ചത് കുടിച്ചാൽ നമ്മുടെ ഷുഗറൊക്കെ നമ്മുടെ കൺട്രോളിലാവും. ഇവിടെ മുഴുവൻ ഇപ്പം അടിച്ച് തുടച്ചതൊക്കെയാണ്. എല്ലാം എടുത്ത് മാറ്റി മുഴുവൻ അടിച്ച് തുടച്ച്. ഇനി പുറത്ത് കുറച്ച് വൃത്തിയാക്കാനുണ്ട്, അതുപോലെ കൂടെ ഒന്ന് വൃത്തിയാക്കിയാക്കിയിട്ട് ചെടിക്ക് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണം. 1-2 ചെടിയൊക്കെ ഉണ്ട് ഇവിടെ. ഇത് ദൂരമാണോ, ഇതെന്താണെന്നറിയില്ല. എന്തോ ഓർഡർ ചെയ്തിട്ട് വന്നിട്ട് കാണിച്ച് വെച്ചാണ്. അതിപ്പോൾ 1 കൊല്ലം 1.5 കൊല്ലമൊക്കെ ആയി അങ്ങനെ തന്നെ നിൽക്കണേ. നമ്മുടെ കല്യാണ സൂര്യകാന്തി അല്ല സുഗന്ധി പൂ. പിന്നെ അത് അവിടെ എന്തോ ചട്ടിയിൽ ചെറുതാക്കിട്ട് എന്തൊക്കെ മുളക്കണുണ്ട്. ഇതാണ് നമ്മുടെ പുറം. ഇതിൻ്റെ വണ്ടി ഉണ്ട്. ഉണക്കമാങ്ങയാണ് കേട്ടോ. ഇനി പാക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഞാൻ ഇടുന്നതാണ്. പിന്നെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ട്, ഗരം മസാല പാക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ വരുമാന മാർഗം ഇപ്പോൾ. ഇത് 30 രൂപേൻ്റെ പാക്കറ്റാണ്. നമ്മൾ കൊടുക്കുമ്പോൾ അല്ല, ഇത് 20 രൂപേൻ്റെ പാക്കറ്റാണ്. 30 രൂപേൻ്റെ പാക്കറ്റിൽ ഒരു ജാതിക്കയും കൂടി ഉണ്ടാവും. ഇത്ര നിറച്ച് കൊടുത്താലേ ഇതൊക്കെ പോവുള്ളൂ. 20 രൂപക്കാണ് നമ്മളിത് കൊടുക്കുന്നത്. നമ്മളിത് കടയിൽ കൊടുക്കണം 20 രൂപക്കല്ല, കടക്കാർ കൊടുക്കണം 20 രൂപക്ക്, ഞങ്ങൾ കൊടുക്കണം 160 രൂപക്കാണ്. കടക്കാർ അതായത് 16 രൂപ വെച്ച് ഞാൻ കൊടുക്കാം, കടക്കാർ 20 രൂപ വെച്ച് കൊടുക്കും ഓരോ പാക്കറ്റ്. ആണ് ഉണക്കച്ചെമ്മീൻ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരിക്കണേന്ന്. അപ്പോൾ പറയുമ്പോൾ തന്നെ ഇതങ്ങോട്ട് ബോർഡടിച്ച് അതുപോലെ കൊടുക്കും. അതിന് വേണ്ടി പാക്ക് ചെയ്ത് വെച്ചിരിക്കണേന്ന്. ഇതൊരു പാക്കറ്റ് 10 രൂപയാണ്. ഞങ്ങൾ 7 രൂപ കൊടുക്കും, കടക്കാർ 10 രൂപ വയ്ക്കും. ഉണക്കച്ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ, പുളിമുളക് ഇട്ടത്. എല്ലാം നല്ല ഹൈജീനിക് ആയിട്ട് വെച്ചിരിക്കണേ. പക്ഷേ ഇതങ്ങനെ മൂടി വെച്ച് ചോദിക്കുമ്പോൾ തന്നെ ബോർഡ് അടിച്ച് അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ റെഡിയാക്കി വെക്കുന്നത്. ഓക്കെ, വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എൻ്റെ നാത്തും ചെയ്യണതാണ്. പൂരം വറുത്തത്, ഇത് 200 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. പിന്നെ ഇത് സ്വീറ്റ് അട, കോഴിയട സ്വീറ്റാണിത്, അതുകൊണ്ട്. പിന്നെ മിക്സറുണ്ട്. അപ്പോൾ എൻ്റെ സാധനങ്ങൾ കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ ഞാൻ ഇതൊക്കെ അവർക്ക് സെയിൽ ചെയ്ത് കൊടുക്കും, ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നത്. എൻ്റെ സാധനങ്ങളൊക്കെ കടകളിൽ 1-2 കടകളിലും പിന്നെ ആളുകളും മേടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഇവരും ആളുകൾക്ക് ഞാൻ എത്തിച്ചു കൊടുക്കും. അവർ ആവശ്യപ്പെടുമ്പോൾ നാത്തുനിന്ന് മേടിച്ചിട്ട് ഇതും കൊണ്ട് കൊടുക്കും. ഇപ്പം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ വരുമാന മാർഗം. കുമ്പളങ്ങ ഇച്ചിരി കപ്പയും ഒരു കഷ്ണം പൈനാപ്പിൾ അതും കൂടെ ഇട്ടിങ്ങനെ കുഴച്ചിട്ട് ചിപ്സ് കുഴച്ചിട്ട് ഇങ്ങനെ എടുത്ത് കഴിക്കണം. എന്താ ടേസ്റ്റ് എന്നറിയോ. ഇത് രാത്രിയിലേക്ക് അരിപ്പത്തിരി കാലത്ത് ഉണ്ടാക്കി വെച്ചതാണ്. അരിപ്പത്തിരി ചമ്മന്തി ഉണ്ടെങ്കിൽ അത് ആയിട്ട് കഴിക്കാമല്ലോ. ഉണ്ടാക്കി മൂടി വെച്ചിരിക്കണേ. ചൂടാക്കിയിട്ടുണ്ട്. ഇനി ആ ചട്ടിയിൽ തന്നെ പരിപ്പും അങ്ങോട്ട് ചൂടാക്കാനിടാം. കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കാം, എന്നാലേ ചൂടാവുള്ളൂ. പെട്ടെന്ന് ചൂടായി.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഞാനെൻ്റെ ഫുഡ് കഴിക്കട്ടെ. അരിപ്പത്തിരിയും പരിപ്പ് കറിയും ചമ്മന്തിയും. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്തത് എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ഇതിൻ്റെ കൂടെ ഇടാൻ പറ്റിയ ഇടാം, ഇല്ലെങ്കിൽ അടുത്ത വീഡിയോ ഇൻഷാ അല്ലാഹ്.